ഇതിപ്പോൾ എന്തിട്ട് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോസ കുറേ കമ്പൊക്കെ വെട്ടി കഴിഞ്ഞിട്ട് തീർത്ത് വന്നതാണ്. ഇനിയും ഉണ്ട് കേട്ടോ വെട്ടാനായിട്ട്. അപ്പോൾ റോസയുടെ പഴയ പൂവൊക്കെ വെട്ടിക്കളയാണ്. പിന്നെ നല്ലോണം മുള്ളുള്ള റോസയാണ്. അപ്പോൾ അതിൻ്റെ വലിപ്പം കൂടിയതൊക്കെ വെട്ടിക്കളയാണ്. കുറ്റിച്ച് നിന്ന് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ പൂവുണ്ടാവുമല്ലോ. പിന്നെ അത് മാത്രമല്ല മേത്ത് കുത്തി കയറും. ഭയങ്കര മുള്ളുള്ള പൂവാണ് റോസാപ്പൂവ്. നാടൻ റോസയാട്ടത്. അപ്പോൾ റോസാപ്പൂവൊക്കെ കുറച്ച് പറിച്ച് കഴിഞ്ഞപ്പോഴാണ് അവിടെ മുളക് പഴുക്കാറായി നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്നാൽ ഞാൻ വിചാരിച്ചെന്നാൽ കുറച്ച് മുളക് പറിച്ച് ഉപ്പിലിടാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് മുളക് പറിക്കാൻ ഇറങ്ങിയതാട്ടോ. നല്ല വലിപ്പം കൂടിയ മുളക്, സാധാ കാന്താരിയല്ല, അതിനേക്കാളും വലിയ മുളകാണ്. നമ്മുടെ വെളുത്ത മുളകില്ലേ അതിൻ്റെ പച്ച കളറ്. അങ്ങനെ പറിച്ച പൂവൊക്കെ ദൈവത്തിൻ്റെ അടുത്ത് വെച്ചിട്ട് മുളക് ഉപ്പിലിടാനുള്ള പരിപാടി കേട്ടോ. ഇത്രയും മുളക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഉപ്പിലിടാമെന്ന് വിചാരിച്ച് ഉപ്പിലൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ച് പുട്ടും കട്ടൻ ചായയും കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്താണ് പുട്ടിന് കറിയില്ലാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ തേങ്ങാപ്പീരിയും ഇച്ചിരി പഞ്ചസാരയും കട്ടൻ ചായയും കൂട്ടി കുടിക്കാൻ ഇഷ്ടം. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.